പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. വചനയാത്ര തടസ്സപ്പെടുത്തുന്നത് പിശാചാണ്. അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ പോലും ശബ്ദത്തെ തടസ്സപ്പെടുത്തി, അവൻ്റെ ശരീരത്തെ തടസ്സപ്പെടുത്തി, ക്ഷീണം തന്ന്, മടി തന്ന്, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ നാളെ ആവട്ടെ. പിശാച് ശരിക്കും പറഞ്ഞാൽ വചനത്തെ ഭയപ്പെടുന്നുണ്ട്. വചനത്തെ തടസ്സപ്പെടുത്താൻ അവൻ മാക്സിമം നമ്മെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ ശരിക്കും ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ശക്തിപ്പെടാനായിട്ട് പ്രാർത്ഥിച്ച് വീണ്ടും ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പഠിക്കുന്ന വചനം ദിനവൃത്താന്ത പുസ്തകം ഒന്നാം പുസ്തകം, അതായത് 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. ഏകദേശം നമ്മൾ ഈ 2026 ആരംഭിച്ചിട്ട് പകുതി മാസം 6-ാം മാസത്തിലേക്ക് കിടക്കുകയാണ്. ജൂൺ മാസം 1-ാം തീയതിയാണ്. ഇന്ന് പഠിക്കുന്ന വചനം വളരെ മനോഹരമാണ് കേട്ടോ. ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 22 വേഴ്സ് 11. അതിങ്ങനെയാണ് പറയുന്നത്: മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അതായത് ഈ ദിവസം ആരംഭിക്കുമ്പോൾ, 1-ാം തീയതി ആരംഭിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഒരു വചനം തരികയാണ്. മകനെ അല്ലെങ്കിൽ മകളെ, കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ഇതാണ് വചനം പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ. ആ വചനം വളരെ ശക്തമാണ്. ഈ കർത്താവ് പറയുന്നില്ലേ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൈ സൺ ദ ലോർഡ് ബി വിത്ത് യു. മൈ സൺ the Lord be with you, so that you may succeed in building the house of the Lord your God, as he has spoken concerning you. അപ്പം ആ വചനം നമുക്ക് തരുന്നത് ദൈവമായ കർത്താവിൻ്റെ ആലയമായി തീരാൻ. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താൻ, ദൈവ സാന്നിധ്യമുള്ള ഒരു ജീവിതത്തെ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മകനെ, കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ദി ലോർഡ് ബി വിത്ത് യു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോടുകൂടിയും നിങ്ങളോടുകൂടിയും ഈ 1-ാം തീയതി മുതൽ ഉണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം തൊട്ടുണ്ടാകട്ടെ. നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയാനായിട്ട്. മേ ദി ലോർഡ് ബി വിത്ത് യു ആൻഡ് മീ. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമായി തീരുവാൻ, ആലയമാണ്, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ. ഓരോ ചുവട് വയ്ക്കും, കർത്താവെ നിൻ്റെ ആലയമാണ്, നീ നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടി ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് വെക്കുന്ന ചുവടുകൾ, ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ജൂൺ മാസം 1-ാം തീയതി ആരംഭിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 11-ാമത്തെ വചനം എല്ലാവരും കാണാതെ പഠിക്കുക. The first book of Chronicles chapter 22 verse 11. Amen.